കേന്ദ്ര കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളികളായ അത്ലറ്റ് മുഹമ്മദ് അജ്മലും ബാഡ്മിന്റൺ താരം ട്രീസ ജോളിയും അർജുന തിളക്കത്തിൽ 17 താരങ്ങൾ അർജുന പുരസ്കാരത്തിന് അർഹത നേടിയിട്ടുണ്ട്. അത്ലറ്റിക് കോച്ച് പർവീൻ സിംഗ്, ബോക്സിംഗ് കോച്ച് ഛോട്ടേലാൽ യാദവ്, ഷൂട്ടിംഗ് കോച്ച് നേഹ നന്ദ്കുമാർ ചവാൻ എന്നിവർക്ക് ദ്രോണാചാര്യ പുരസ്കാരവും പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി ആദർശ് ടി എസ് ചേരുകയാണ്. ആദർശ്, മലയാളി തിലക്കം കൂടിയുണ്ട് അർജുന പുരസ്കാര നേട്ടത്തിൽ. എന്തായാലും ആർക്കൊക്കെയാണ് പുരസ്കാരം? പറയൂരങ്ങൾ. രാഖി, അത്ലറ്റിക്സിലെ മികച്ച പ്രകടനമാണ് അജ്മലിന് അവാർഡിന് അർഹനാക്കിയത്. അജ്മൽ പാലക്കാട് സ്വദേശിയാണ്. ബാഡ്മിന്റൺ താരം ട്രീസ കണ്ണൂർ സ്വദേശിയാണ്. ഇവരടക്കം 17 പേർക്കാണ് അർജുന അവാർഡുകൾ ലഭിച്ചിരിക്കുന്നത്. പ്രിയങ്ക ഗോസ്വാമി അത്ലറ്റിക്സിൽ നിന്ന്, ഒപ്പം തന്നെ ബാഡ്മിന്റണിൽ നിന്ന് പുല്ലേല ഗോപിചന്ദ് എന്ന് പറയുന്ന ഭാരതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ജനകീയനായ ബാഡ്മിന്റൺ താരം പുല്ലേല ഗോപിചന്ദിന്റെ മകളാണ് ഗായത്രി ഗോപിചന്ദ്. ബോക്സിംഗ് താരം നരേന്ദറിന് അർജുന അവാർഡുണ്ട്. ചെസ് താരം വിദിത് സന്തോഷ് ഗുജറാത്തിക്ക്, ഒപ്പം തന്നെ ചെസ്സിൽ നിന്ന് തന്നെ ദിവ്യ ജിതേന്ദ്ര ദേശ്മുഖിനും അർജുന പുരസ്കാരമുണ്ട്. ഡെഫ് ഷൂട്ടിംഗിൽ ധനുഷ് ശ്രീകാന്തിനുണ്ട്. ഹോക്കിയിൽ നിന്ന് ലാർമി രശ്മി, ഒപ്പം തന്നെ രാജ്കുമാർ പാൽ ഹോക്കി എന്നിങ്ങനെ 17 പേരാണ് അർജുന അവാർഡിന് അർഹരായത്. ദ്രോണാചാര്യ അവാർഡുകൾ 3 പേർക്കാണ് ലഭിച്ചിരിക്കുന്നത്. കായിക മേഖലയിലെ കായിക പരിശീലകർക്ക് നൽകുന്ന പുരസ്കാരമാണ് ദ്രോണാചാര്യ. അത്ലറ്റിക്സ് കോച്ച് പർവീർ സിംഗ്, ബോക്സിംഗ് കോച്ച് ഛോട്ടേലാൽ യാദവ് എന്നിവർക്കൊപ്പം തന്നെ ഷൂട്ടിംഗ് കോച്ച് നേഹ നന്ദ്കുമാർ ചവാനും ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ കായിക മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ 2 കായിക താരങ്ങൾ അർജുന അവാർഡ് സ്വന്തമാക്കിയത് വലിയ ഒരു നേട്ടം തന്നെയാണ്. കേരളത്തിന്റെ കായിക മേഖലയ്ക്ക് ഇപ്പോഴും യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല എന്നുള്ളതാണ് അത്ലറ്റിക്സിലെയും ഒപ്പം തന്നെ ബാഡ്മിന്റണിലെയും ഒക്കെ ഈ പുരസ്കാര നേട്ടം വ്യക്തമാക്കുന്നത്. രാഖി. ശരി ആദർശ്, എന്തായാലും മലയാളി തിളക്കമാണ് അർജുന പുരസ്കാര പ്രഖ്യാപനം വരുമ്പോൾ എന്നുള്ളതാണ്. 2 പുരസ്കാരങ്ങളാണ് മലയാളികൾക്ക് ലഭിച്ചത്. ആദർശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.